പീരിയഡ് സംബന്ധമായ പ്രശ്നങ്ങൾ, ബ്ലീഡിങ് ഇഷ്യൂസ് ഇന്ന് ഒരുപാട് പേരെ ബുദ്ധിമുട്ടിക്കുന്നുണ്ട്. അത് പല ആളുകൾക്കും പല രീതിയിലാണ്. ചില ആളുകൾക്ക് കുറേ മാസങ്ങൾ ആവാതിരുന്നിട്ടാവുന്നു, ചില ആളുകൾക്ക് എല്ലാ മാസം ആവുന്നുണ്ട്, പക്ഷെ ഒന്നിലും ബ്ലീഡിങ് തീരെ കുറവായിരിക്കും, 1-2 ദിവസം സ്പോട്ടിങ് മാത്രമേ ഉണ്ടാവുള്ളൂ. ചില ആളുകൾക്ക് ഹെവി ബ്ലീഡിങ് ആയിരിക്കും. ബ്ലീഡിങ് കൂടി കൂടി പിന്നെ ബ്ലീഡിങ് നിൽക്കാനുള്ള ഇഞ്ചക്ഷനൊക്കെ എടുത്താൽ അല്ലെങ്കിൽ മരുന്ന് കഴിച്ചാലേ ചിലർക്ക് നിൽക്കുന്നുള്ളൂ. ചില ആളുകൾക്ക് തീരെ അനീമിക്കായി പോകുന്നു, ബ്ലഡ് കയറ്റേണ്ടി വരുന്നു. ഇനി ചില ആളുകൾക്ക് ഭയങ്കര വേദനയായിരിക്കും. ബ്ലീഡിങ് തുടങ്ങുന്നതിന് ഒരാഴ്ച മുന്നേ 10 ദിവസം മുമ്പോ വേദന തുടങ്ങും. വേദന തുടങ്ങി അങ്ങ് ബെഡ് റിഡൻ ആവുന്ന ഒരു അവസ്ഥയിലേക്ക് പോകുന്നു. അല്ലെങ്കിൽ പെയിൻ കില്ലർ കഴിക്കേണ്ടി വരുന്നു, ഇഞ്ചക്ഷൻ എടുക്കേണ്ടി വരുന്നു. ഇനി ചില ആളുകൾക്ക് കണ്ടിന്യൂസ് ബ്ലീഡിങ് ആണ്, ഇത് നിൽക്കുന്നേ ഇല്ല. അത് ഹെവി ആയിട്ടുള്ളവരും ഉണ്ട്, അതുപോലെ സ്പോട്ടിങ് ആയിട്ട് ഇങ്ങനെ ത്രൂ ഔട്ട് മന്ത് ബ്ലീഡിങ് നിൽക്കാത്ത അവസ്ഥകളുണ്ട്. ഇപ്പം നമ്മളിങ്ങനെ ഇതിനുള്ള പ്രശ്നങ്ങൾ പോയി കണ്ടുപിടിക്കാൻ ശ്രമിക്കുന്നു. നമ്മൾ സ്കാൻ ചെയ്ത് നോക്കുന്നു. സ്കാൻ ചെയ്യുമ്പം പലപ്പോഴും ചില ആളുകൾക്ക് യൂട്രസിൽ മുഴകളായിരിക്കും, അല്ലെങ്കിൽ യൂട്രസിൽ കട്ടി കൂടുന്നുണ്ടാവും, അല്ലെങ്കിൽ സിസ്റ്റ് ഉണ്ടാവും, ഓവറീസിൽ സിസ്റ്റ് ഉണ്ടാവാം, അല്ലെങ്കിൽ എൻഡോമെട്രിയോസിസ് ആവാം. ഇങ്ങനെ പല കാരണങ്ങളാണ് പല ആളുകൾക്കും ഉള്ളത്. അപ്പോൾ ഇതിനൊക്കെ നമ്മൾ ചികിത്സകൾ എടുക്കുന്നു, ട്രീറ്റ്മെൻറ്റുകൾ മാറി മാറി എടുക്കുന്നു. 1-2 മാസം നമ്മൾ ട്രീറ്റ്മെൻറ്റ് എടുക്കുന്നു, പിന്നെ നമുക്ക് പ്രശ്നം മാറിയെന്ന് തോന്നുന്നു, നിർത്തുന്നു, വീണ്ടും ഇതിങ്ങനെ റിപ്പീറ്റ് ആവും. അപ്പോൾ ഹോസ്പിറ്റലുകൾ മാറുന്നു, മരുന്നുകൾ മാറുന്നു, പല പല രീതികൾ പ്രയോഗിക്കുന്നു. അങ്ങനെ ഒരു ലൂപ്പിലാകപ്പെട്ടതുപോലെയാണ് ഇന്ന് പല സ്ത്രീകളുടെ അവസ്ഥ. ഇതിനൊരു ഫുൾ സ്റ്റോപ്പ് കിട്ടണില്ല, ഒരു സൊല്യൂഷൻ ശരിക്കും കിട്ടണില്ല. അപ്പോൾ ഞാൻ ഈ പറയാൻ പോകുന്ന കാര്യം, ഇതിനെന്തുകൊണ്ടാണ് ഇതിങ്ങനെ റിപ്പീറ്റഡ് ആയിട്ട് വരുന്നത്? ഇതിന് പുറകിൽ ഒരു കാരണമുണ്ട്. നമ്മൾ നോക്കുമ്പോൾ യൂട്രസിൽ മുഴയുണ്ട്, അല്ലെങ്കിൽ സിസ്റ്റ് ഉണ്ട്, പക്ഷെ എന്തുകൊണ്ടുണ്ടാവുന്നു? ആ കാരണത്തെ പലപ്പോഴും കണ്ടുപിടിക്കപ്പെടാറുമില്ല, അതിനൊരു സപ്പോർട്ട് കൊടുക്കാറുമില്ല. എന്താണ് ആ കാരണം? തൈറോയിഡിന്റെ പ്രശ്നം. അത് തൈറോയിഡിന്റെ എന്ത് പ്രശ്നം ആയിക്കോട്ടെ, ഹൈപ്പ് ആയിക്കോട്ടെ, ഹൈപ്പർ ആയിക്കോട്ടെ, ഓട്ടോ ഇമ്മ്യൂണിറ്റി ആയിക്കോട്ടെ, അല്ലെങ്കിൽ നൊഡ്യൂൾ ആയിക്കോട്ടെ, തൈറോയിഡ് ഗ്രന്ഥിയിൽ മുഴയുണ്ടെങ്കിൽ യൂട്രസിന് മുഴ ഉറപ്പാണ്. TSH നോക്കിയാൽ തൈറോയിഡിന് മുഴയുണ്ടോ ഇല്ലോ നമുക്കറിയാൻ പറ്റുമോ? അല്ലെങ്കിൽ ഹാഷിമോട്ടോസ് ആണോ എന്ന് TSH വേരിയേഷൻ നോക്കിയാൽ അറിയാൻ പറ്റും. നിങ്ങൾക്ക് തൈറോയിഡിന് എന്ത് പ്രശ്നങ്ങളുണ്ടെങ്കിലും അത് ബ്ലീഡിങ് ഇഷ്യൂസ് ഉണ്ടാക്കും. ആ ഒരു റിലേഷൻ കണ്ടുപിടിക്കുകയും അതിനുള്ള സപ്പോർട്ട് കൊടുത്താലേ ശരിക്കും ഈ ഒരു പ്രശ്നത്തിനൊരു സൊല്യൂഷൻ ആവുകയുള്ളൂ. അപ്പം എന്തായിരിക്കും സൊല്യൂഷൻ? പരിഹാരം പറഞ്ഞുതരൂ, പോംവഴി പറഞ്ഞുതരൂ, ഒരുപാട് കമന്റ്സ് വരുന്നുണ്ട്. ഇതിനങ്ങനെ ഓൺലൈനിലൂടെ വീഡിയോയിലൂടെ പറഞ്ഞു തരാൻ എന്തെങ്കിലും സൊല്യൂഷൻ തരാൻ പറ്റുമോ? ഒരു മാജിക്കൽ റെമഡിയോ സൊല്യൂഷനോ ഒന്നും ഇതിനില്ല. ഓരോരുത്തരെയും ബാധിക്കുന്നത് ഓരോ രീതിയിലാണ്. അപ്പം അത് കറക്റ്റായിട്ട് കണ്ടുപിടിച്ച് അതിന് ആ ഒരു റിലേഷൻ നമ്മൾ മനസ്സിലാക്കി അതിനെ കട്ട് ചെയ്താൽ മാത്രമേ, ആ ചെയിനെ ബ്രേക്ക് ചെയ്താൽ മാത്രമേ നമുക്ക് ഈ പ്രശ്നങ്ങളിൽ നിന്ന് പുറത്തുവരാൻ പറ്റുള്ളൂ. നമ്മുടെ വീഡിയോസിൻ്റെ കയറി നോക്കിയാൽ കുറേ പേഷ്യൻസ് അവരുടെ എക്സ്പീരിയൻസ് പറയുന്ന വീഡിയോസ് പണ്ട് മുതലേ വർഷങ്ങളായിട്ട് ഞാൻ ഇട്ടുകൊണ്ടത്, ഏകദേശം ഒരു 5-6 വർഷം പഴയൊക്കെ ഉള്ള വീഡിയോസ് മുതൽ നിങ്ങൾക്ക് കാണാൻ പറ്റും. ഇതിൽ ഓരോ സ്ത്രീകളും അവർക്കുണ്ടായിരുന്ന ബ്ലീഡിങ് സംബന്ധമായ പ്രശ്നങ്ങൾ, പീരിയഡ്സ് മൂലം അവർക്കുണ്ടായിരുന്ന ബുദ്ധിമുട്ടുകൾ അവർ പറയുന്നുണ്ട്. ഞാൻ ഒരിക്കലും അവർക്ക് അതിന് വേണ്ടിയിട്ടൊരു ട്രീറ്റ്മെൻറ്റ് കൊടുത്തില്ല. അവർക്കുണ്ടായിരുന്ന പ്രശ്നം ഹാഷിമോട്ടോസ് ആണെങ്കിൽ അതിന്, ഹൈപ്പോ തൈറോയിഡ് ആയിരുന്നെങ്കിൽ അത് എന്താണോ പ്രശ്നം, തൈറോയിഡിനെയാണ് ട്രീറ്റ് ചെയ്തത്. അപ്പോഴാണ് അവർക്ക് അതിൽ നിന്ന് ഈസി ആയിട്ട് പുറത്തു വരാനായിട്ട് പറ്റും. അപ്പം ശരിക്കും ഈ തൈറോയിഡിന്റെ പ്രശ്നം ട്രീറ്റ് ചെയ്താൽ ബ്ലീഡിങ്ങിൽ നിന്ന് നമുക്ക് പുറത്തു വരാം, ഈ ബ്ലീഡിങ് ഇഷ്യൂസിൽ നിന്ന് നമുക്ക് പുറത്തു വരാവുന്നതേ ഉള്ളൂ. അപ്പം നിങ്ങൾ ഇങ്ങനെ ഇതുപോലെയുള്ള ബുദ്ധിമുട്ടുകളാൽ വിഷമിക്കുന്നവരാണെങ്കിൽ എന്താ പ്രശ്നം? നിങ്ങൾ മാത്രമല്ലല്ലോ അനുഭവിക്കുന്നത്, നിങ്ങളുടെ വീട്ടുകാരും വിഷമിക്കുകയാണ്. ഈ ഒരു അവസ്ഥ കണ്ട് നിങ്ങൾ ഭയങ്കരമായിട്ട് വേദന എടുത്ത് നിങ്ങൾ അലറി കരയുകയാണ്, പിന്നെ ഓടണം ഹോസ്പിറ്റലിലേക്ക് അല്ലേ. ചിലപ്പം ബ്ലീഡിങ് നിന്ന് പോയിട്ട് നമുക്ക് ഹെവി ബ്ലീഡിങ് ആയിട്ട് നമുക്ക് അനീമിക്കാവുന്നു, അതിനുള്ള മരുന്നുകൾ കഴിക്കേണ്ടി വരുന്നു, അല്ലെങ്കിൽ ബ്ലഡ് കയറ്റേണ്ടി വരുന്നു. ആകപ്പാടെ വല്ലാത്തൊരു പരിതാപകരമായ ഒരു അവസ്ഥയിലൂടെയാണ് ചില സ്ത്രീകൾ കടന്നു പോകുന്നത്. അപ്പം ആ ഒരു റിലേഷൻ നിങ്ങളും മനസ്സിലാക്കിയിരിക്കണം. നിങ്ങൾ എൻഡ്ലെസ് ആയിട്ട് ഇങ്ങനെ ട്രീറ്റ്മെൻറ്റ് എടുത്തുകൊണ്ടിരിക്കുകയല്ലേ, ഇതിനൊരു ഫുൾ സ്റ്റോപ്പ് വേണ്ടേ? ആ ഒരു കാര്യം അറിയിക്കാനാണ് ഞാൻ ഈ വീഡിയോ ചെയ്തത്.